ഗുഡ് ഈവനിങ്. ക്ലാസ് 9 സ്റ്റേറ്റ് സിലബസിൽ ഹിസ്റ്ററി മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്, ലാൻഡ് ഗ്രാൻസ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബൈ ദ ഓർഡർ ഓഫ് ശ്രീ വിദ്യശക്തി ടു ദ വക്കാടക മഹാരാജ, he grant half of this village to the Brahmins in order to attain victory, longevity and welfare and peace in this world as well as in afterlife. അപ്പോൾ ഭൂമി ദാനവും ഇന്ത്യൻ സമൂഹവുമാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതിൽ വക്കാടക മഹാരാജാവ് ശ്രീ വിന്ധ്യശക്തി രണ്ടാമൻ്റെ കൽപ്പനയാണ് ഇതിൽ താഴെ പറയുന്നത്. വിജയവും ദീർഘായുസ്സും ഇഹപരലോഹങ്ങളിൽ ക്ഷേമ സമാധാനങ്ങളും കൈവരുന്നതിനായി ഈ ഗ്രാമത്തിൻ്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നു. The exemptions approved by the Chadurvedas and the previous Maharajas will be applicable to this grant as well. ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകമായി ഇരിക്കുന്നതാണ്. They are, the administration here will not be like that in the other areas. Salt or alcohol should not be produced. There is no need to pay money or cereals to the treasury. No need to present flowers or milk to the king. അപ്പോൾ അവ എന്തൊക്കെയാണെന്നാണ്. ഇതര പ്രദേശങ്ങൾ പോലെയല്ല ഇവിടെ ഭരണം. ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത്. രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യസാധനങ്ങളോ ഒടുക്കേണ്ടതില്ല. രാജാവിനായി പൂക്കളോ പാലോ നൽകേണ്ടതില്ല. Providing cow or bullock to the officials is not needed. There is no need to give any service to the state. There shall be no liability to provide charcoal or parison. The police shall not enter here. No need to provide court or health to the touring officials. No need to pay tax to the king. No need to pay tax for goods transportation. Will be entitled to the treasures hidden beneath the land. ഉദ്യോഗസ്ഥർക്ക് പശുവിനെയോ കാളയെയോ നൽകേണ്ട. രാഷ്ട്രത്തിന് സേവനങ്ങൾ നൽകേണ്ട. കുതിരച്ചമയങ്ങളോ കരിയോ നൽകാൻ ബാധ്യതയില്ല. നിയമപാലകർ ഇവിടെ പ്രവേശിക്കരുത്. യാത്രയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും മറ്റും നൽകേണ്ട. രാജാവിന് നികുതി അടയ്ക്കേണ്ടതില്ല. ചരക്ക് കടത്താൻ പണം ഒടുക്കേണ്ട. ഭൂഗർഭ നിധി നിക്ഷേപങ്ങളുടെ മേൽ അവകാശമുണ്ടായിരിക്കും. Will have the right to fence and raise the land and to use big tools. Anyone who obstructs this or causes obstruction shall be punished as and when complained. ഭൂമി വേലി കെട്ടി തിരിക്കാനും മണ്ണുയർത്താനും വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അവകാശമുണ്ടായിരിക്കും. ഇതിന് തടസ്സമാവുകയോ തടസ്സഹേതുവാവുകയോ ചെയ്യുന്നവരെ നാം പരാതി പ്രകാരം ശിക്ഷിക്കുന്നതാണ്. This is an order issued by the Vakadaga king Vindyashakti II, 355 to 400 CE. The order refers to the transfer of some of the land in the king's possession to the Brahmins along with special rights. This is known as land grants. വക്കാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമൻ 355 മുതൽ 400 CE വരെ പുറപ്പെടുവിച്ച ഉത്തരവാണിത്. രാജാവിൻ്റെ കൈവശമുള്ളതിൽ കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നത് സംബന്ധിച്ചാണ് ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത്. ഇത് ഭൂമിദാനം എന്നറിയപ്പെടുന്നു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലാൻഡ് ഗ്രാൻസ് ബൈ ദ കിങ്? രാജാവ് ഭൂമിദാനം നൽകുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വെൻ ഡിഡ് ദ പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് സ്റ്റാർട്ട്? വൈ? ഭൂമിദാനങ്ങൾ ആരംഭിച്ചതെന്ന് എന്തുകൊണ്ട്? വേർ സച്ച് ഗ്രാൻസ് കോമൺ? ഇത്തരം ദാനങ്ങൾ സാധാരണമായിരുന്നു. മെൻഷൻ ഓഫ് ലാൻഡ് ഗ്രാൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ബുദ്ധിസ്റ്റ് വർക്ക്സ്. ബുദ്ധ കൃതികളിൽ ഭൂമിദാനത്തെക്കുറിച്ചുള്ള സൂചനകൾ കാണാം. ബട്ട് ഇറ്റ് വാസ് ഓൺലി ഡ്യൂറിങ് ദ പോസ്റ്റ് മൗര്യൻ പീരീഡ് ദാറ്റ് ഇറ്റ് ബിക്കെയിം വൈഡ് സ്പ്രെഡ് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. എന്നാൽ അത് വ്യാപകമായതും ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചതും മൗര്യന്മാർക്കു ശേഷമാണ്. ആഫ്റ്റർ ദ ഫാൾ ഓഫ് ദ മൗര്യ സെവറൽ ഡൈനാസ്റ്റീസ് കെയിം ടു പവർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ലൊക്കേറ്റ് ദം ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. മൗര്യ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കു ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നു. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി രേഖപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Next page, land grant. Among these dynasties, the Shatavahanas who ruled the Deccan region started the practice of giving land grants to please the Brahmins who were dominant in the society. ഭൂമിദാനമാണ്
ഇവരിൽ ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ശതവാഹന രാജാക്കന്മാർ അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമിദാനം നൽകുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. System became widespread under the Guptas, who came to power in Pataliputra by the beginning of the 4th century CE. 4-ാം നൂറ്റാണ്ടോടുകൂടി പാടലിപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു. Gupta kings. Sri Gupta was the founder of the Gupta kingdom. The other important kings of the dynasty were Chandragupta I, Samudragupta, Chandragupta II, Kumaragupta I and Skandagupta. ഗുപ്ത രാജാക്കന്മാരുടെ കാര്യമാണ് ഇനി പറയുന്നത്. ഗുപ്ത രാജ്യത്തിൻ്റെ സ്ഥാപകൻ ശ്രീഗുപ്തൻ ആയിരുന്നു. മറ്റു പ്രധാന രാജാക്കന്മാർ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ ആൻഡ് സ്കന്ദഗുപ്തൻ. അടുത്തതായിട്ട് ഡിഫറൻസസ് ഇൻ ലാൻഡ് ഗ്രാൻഡ്സ് ആണ്. ഭൂമി ദാനത്തിലെ വ്യത്യാസമാണ്. അതിൽ ശതവാഹനാസിൻ്റെ റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൻ. ശതവാഹനാസിന് കൊടുത്തിരിക്കുന്ന ഒരു റൈറ്റാണ്, ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകി. ഗുപ്താസ് ആണെങ്കിൽ അലോങ് വിത്ത് ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് റൈറ്റ്സ് ഓവർ ദ പീപ്പിൾ ലിവിങ് ദർ ഓൾസോ വർ ട്രാൻസ്ഫേർഡ്. ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. Let's look at the changes brought about by the land grants during the Gupta period. ഗുപ്ത കാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The king's authority over the donated land gradually declined. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു വന്നു. The right to collect taxes and administer justice over the donated land was transferred along with the ownership of land. ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതിയും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂ ഉടമസ്ഥതയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. Those who received the land grants also got the right to grant the land to someone else. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. In course of time, the kings and nobles began to give land grants instead of cash as remuneration for the services they received. ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിൻ്റെ രൂപത്തിൽ നൽകി തുടങ്ങി. Although most of the land grants were received by the Brahmins, gradually other sections also started receiving land as grant. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെങ്കിലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. With the widespread practice of land grants, a powerful section of the landowners with immense wealth and influence was formed in the society. ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീനശേഷിയുമുള്ള ഭൂ ഉടമകളുടെ ശക്തമായ ഒരു വിഭാഗം രൂപം കൊണ്ടു. Those who worked on the land became rightless dependents of the landlords. In such a system, the farmers, the agricultural laborers and the slaves were born to the land. They lived and died in the same soil where they were born. ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർ അവകാശങ്ങളില്ലാത്തവരും ഭൂ ഉടമകളുടെ ആശ്രിതരുമായി തീർന്നു. ഈ വ്യവസ്ഥിതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. They labored throughout their life for their masters. In addition to taxes, these people from the lower stratum of the society had to provide free services to the upper stratum. This system has been called Indian feudalism. During this period, there was a remarkable improvement in the agricultural sector. അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചതത്രയും. സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ഇവർ മേലെ തട്ടിലുള്ളവർക്ക് നികുതിക്കും പുറമെ സൗജന്യ സേവനങ്ങളും നൽകേണ്ടതായി ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥിതിയെ സാമന്ത വ്യവസ്ഥയെന്നും ഇന്ത്യയിലെ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നു. ഇക്കാലത്ത് കാർഷിക രംഗത്തെ പുരോഗതി പ്രകടമായിരുന്നു. ഫാക്ടേഴ്സ് that helped the spread of agriculture. Even the uncultivated areas were made suitable for agriculture. കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങളാണ്. അതിലൊന്നാമത്തെ കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾക്ക് പോലും കൃഷിക്ക് ഉപയുക്തമാക്കി. ന്യൂ സോഷ്യൽ സിസ്റ്റം പ്രൊവൈഡഡ് സഫിഷ്യൻറ്റ് ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ. പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു.
The knowledge of Brahmins about agriculture, technology and climate. കൃഷിയുടെ സാങ്കേതിക വിദ്യയെയും കാലാവസ്ഥയും സംബന്ധിച്ച് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അറിവ്. ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ. അടുത്തതായിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലത്തെ ജലസേചന മാർഗങ്ങളാണ്. അതിൽ ഏറ്റവും മുകളിൽ കനാൽസ്, വാട്ടർ റേസ്ഡ് ഫ്രം വെൽസ് റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ ചാനൽസ്. കിണറ്റിൽ നിന്നും ഉയർത്തുന്ന ജലം ചാനലുകളിലൂടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചു. ടാങ്ക്, വാട്ടർ റിസർവോയർ. റെയിൻ വാട്ടർ വാസ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. Water reservoirs were built in South India. Tanks were constructed in North India. അതായത് കുളം, ജലസംഭരണി, മഴവെള്ളം ശേഖരിച്ചു വെച്ച് കൃഷിക്കായിട്ട് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു. ഉത്തരേന്ത്യയിലാണെങ്കിൽ കുളങ്ങൾ നിർമ്മിച്ചു. ഖടി യന്ത്ര, അരഖട്ട. Pods are attached to a wheel. When the wheel is rotated, the pods are filled from the source and emptied into the field. അതായത് ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറങ്ങുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്നു. അതാണ്. നെക്സ്റ്റ്, റെയിൻ വാട്ടർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. മഴവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ്. അവസാനമായിട്ട് ഡാംസ്. സ്കന്ദഗുപ്ത റീബിൽഡ് ദ സുദർശന ലേക്ക് ഇൻ ഗുജറാത്ത്. അണക്കെട്ടുകളാണ്. ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തൻ പുതുക്കി പണിഞ്ഞു. നെക്സ്റ്റ്, crafts and trade. Expansion of agriculture that resulted from land grants led to the growth of non-agricultural activities too. കൈത്തൊഴിലുകളും വ്യാപാരവുമാണ്. ഭൂമിദാനത്തിൻ്റെ ഫലമായി ഉണ്ടായ കൃഷിയുടെ വ്യാപനം കൃഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു. People took to different crafts in order to make a living. The literary works and artifacts of this period give us information regarding the crafts of that period. വിവിധ തരം കൈത്തൊഴിലുകളെ ജനങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചു. പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യ കൃതികളിൽ നിന്നും ഇക്കാലത്തെ കൈത്തൊഴിലുകളെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. Given below is the information regarding the artifacts received from the excavation of sites corresponding to the period. Find out the arts and crafts of the period from the information and complete the table. ഉൾഖനനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെക്കുറിച്ചുള്ള വിവരം ചുവടെ ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് അക്കാലത്ത് നിലനിന്നിരുന്ന കൈത്തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക പൂരിപ്പിക്കാനാണ് പറയുന്നത്. People engaged in the same craft gradually formed associations. These came to be guilds or srenis. Governments rectified the srenis. Members of a sreni had to abide by its rules. വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്ന് അറിയപ്പെട്ടു. ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകി. ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. ശ്രേണീസ് were associations of craftsmen and traders. Collecting raw materials, controlling production and marketing the finished goods were their responsibilities. കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുക എന്നിവയായിരുന്നു ഇവയുടെ ചുമതലകൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.